കോഴിക്കോട് മുതലക്കുളത്ത് ചായക്കടയ്ക്ക് തീപിടിച്ച് കത്തിനശിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടത്തിൽ ഒരാൾക്ക് പൊള്ളലേറ്റു. മലപ്പുറം തിരൂർ സ്വദേശിയായ കുത്ബിനാണ് പൊള്ളലേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 6:45ഓടെയാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മുതലക്കുളത്തുള്ള ചായക്കടയ്ക്ക് തീപിടിച്ചത്. തീപിടുത്തത്തിൽ ചായക്കട പൂർണ്ണമായും കത്തിനശിച്ചു. അഹമ്മദീസ മുസ്ലിം ജമാഅത്ത് പള്ളിക്ക് സമീപത്തെ കടകളിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ കടയിലുണ്ടായിരുന്ന 2 ജീവനക്കാരിൽ ഒരാൾക്ക് പൊള്ളലേറ്റു. മലപ്പുറം തിരൂർ സ്വദേശിയായ കുത്ബുദ്ദീനാണ് പൊള്ളലേറ്റത്. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റയാൾക്ക് 80% പൊള്ളലേറ്റതായാണ് വിവരം. കൂടെയുണ്ടായിരുന്ന അരുണാചൽ സ്വദേശിയായ ജീവനക്കാരൻ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുവാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചത്. തുടർന്ന് ഗ്യാസിൽ നിന്ന് തീ പടരുന്നത് കണ്ട അരുണാചൽ സ്വദേശിയായ ജീവനക്കാരൻ സിലിണ്ടർ പുറത്തേക്ക് തട്ടിയിടുകയായിരുന്നു. പുറത്തുവെച്ച് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് കാരണം സമീപ പ്രദേശങ്ങളിലെ കടകൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കാര്യമായ അപകടങ്ങൾ സംഭവിച്ചില്ല. അടുത്തടുത്ത് കടകളുള്ള മേഖലയാണ് മുതലക്കുളം. തീപിടിച്ച കടയുടെ പിന്നിൽ വലിയ പുസ്തകക്കടയുമുണ്ട്. അതുകൊണ്ട് തന്നെ തീ വ്യാപിക്കാഞ്ഞത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. തീ പടരുന്നത് കണ്ടപ്പോഴേക്കും ജീവനക്കാർ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചതാണ് രക്ഷയായത്. തുടർന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീ പൂർണ്ണമായും അണച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.